നമസ്കാരം. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന ചാനലിലെ മിന്നും താരം എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ താരങ്ങൾ എന്നോടൊപ്പം ഈ വേദിയിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ കൊണ്ടിരുന്നത് ഞങ്ങളുടെ എന്താ പറയുക മിമിക്രി കുടുംബത്തിലെ ഗൃഹനാഥൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതുപോലെ ഒരാളാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ശരിക്കും മണിച്ചേട്ടനെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മണിച്ചേട്ടനോടൊപ്പം വർഷങ്ങളായിട്ട് മണിച്ചേട്ടൻ്റെ ഓരോ ആൽബങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും അതിലൊരു കൈമുദ്ര പതിപ്പിച്ച ഒരാളാണ്. വാക്കുകൾ കൊണ്ട് എന്താ പറയുക ഒരു മായാലോകം തന്നെ സൃഷ്ടിച്ച ഒരു അനുഗ്രഹീതനായ കലാകാരൻ ഞങ്ങളുടെ സ്വന്തം സാഞ്ചേട്ടനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. സാഞ്ചേട്ടാ, വെൽക്കം മിന്നും താരം. നമസ്കാരം. കൈ തരില്ല, ഇവിടെ സാനിറ്റൈസറാണ് ഫസ്റ്റ്. ഇത് കിട്ടാനാണ് ഞാനും ആഗ്രഹിച്ചത്. എവിടെ പോകുമ്പോഴും ഇപ്പോൾ ആൾക്കാർ മാസ്ക് ഇട്ടാന്ന് അല്ലെങ്കിൽ കൈ കഴുകാന്നൊക്കെ ചോദിച്ചു. സോപ്പിട്ട് മാസ്ക് ഇട്ട് ഗ്യാപ്പിട്ട് അകലം പാലിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അകലത്തിലാണ് ഇപ്പോൾ മനുഷ്യർ നീങ്ങുന്നത്. പരസ്പരം ആളുകളെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം പല്ല് പൊന്തിയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇത്ര അനുഗ്രഹമുണ്ട്. കാര്യം ഇത് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്നവർക്കും പ്രശ്നമുണ്ട്. അത് നഷ്ടം. ലിപ്സ്റ്റിക് കച്ചവടം നിർത്തിയാറില്ലേ? ലിപ്സ്റ്റിക് കച്ചവടം നിന്നു. അല്ല, ഞാൻ ഇടാറില്ലല്ലോ, നിനക്കല്ലേ ബുദ്ധിമുട്ട്. അപ്പം എന്തായാലും നമ്മൾ എന്താ പറയണത്, മാസ്ക് ഇട്ട് സോപ്പിട്ട് ഗ്യാപ്പിട്ടൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ മിന്നും താരം എന്ന പരിപാടിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ നമുക്കായി അണിയിച്ചൊരുക്കുന്ന കോമഡി സ്റ്റാർ കോമഡി ഷോ മിന്നും താരമാണ്. ആ മിന്നും താരത്തിൽ തെന്നാതെ ഒരു മിന്നായിട്ട് വരാനും എനിക്ക് ഒരു അവസരം കിട്ടി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറേയധികം ചെറുപ്പക്കാരെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഒരാളാണ് ജിൻഡോ. ജിൻഡോന്റെ പേരിന്റെ കൂടെ കലാഭവൻ ഉണ്ടായിരുന്നു. കലാഭവൻ എന്ന ജിൻഡോ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ ഒരു കഠിന പരിശ്രമം, നമ്മുടെ ഒരു പ്രയത്നം എപ്പോഴും നമ്മളെ ഉയരങ്ങളിലേക്ക് അല്ലേ? അപ്പൊ ആ ഒരു പ്രയത്നമാണ്. നമ്മൾ ഭാഗ്യം ഉണ്ട്, പിന്നെ കഠിനമായ പ്രയത്നമുണ്ട്. ആ കഠിനമായ പ്രയത്നത്തിന്റെ ഒരു വർഷമായിട്ട് പ്രയത്നം കുറവാണ്. റേഷനറി കിട്ടുന്നതുകൊണ്ട് കഞ്ഞി കുടിച്ച് വീട്ടിൽ കിടക്കുക. അത് തടിയൊക്കെ വെച്ചില്ല. അല്ല, ആ പരിപാടി ഇല്ലാത്തത് കൊണ്ട് ജനങ്ങളും കുറെ സന്തോഷിക്കുന്നുണ്ട്. അവർക്കും ഇത് എപ്പോഴും കാണേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ സാജേട്ടനെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ എന്നെ കാല് വിറയ്ക്കും. കാരണം ഞാനെന്താ ഗുണ്ടായിട്ടില്ല സാജേട്ടൻ. അത് ഞാൻ വേറെ ഒന്നുമില്ല. ഞാൻ തുടങ്ങിയ സമയത്ത് എന്താ പറഞ്ഞാൽ ഗൃഹനാഥൻ എന്ന് പറയുന്നുള്ള കാരണം അത്രയും സീനിയറായ ഒരാളാണ് ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നത്. കാരണം കോമഡി എന്ന് പറഞ്ഞാൽ എന്താ, ചിരിക്കുക. ഈ സാഞ്ചേട്ടൻ എന്ന് പറഞ്ഞ ആള് ചിരിക്കാതെ കോമഡി പറയുക. എങ്ങനെ സാഞ്ചേട്ടൻ സാധിക്കുന്നത്? അതെ, ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളെ ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അത് അവരുടെ രൂപത്തിൽ അവർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. ചിലവർ പറഞ്ഞേ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ, പക്ഷെ അവർ പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു ചിരിയുണ്ട്. ശരിക്കും നമ്മളല്ല ചിരിക്കേണ്ടത്, നമ്മൾ പറയുന്ന തമാശ കേട്ട് ജനമാണ് ചിരിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ പോയിട്ടാണ് പിന്നെ ചിരിക്കേണ്ടത്. അതാണ് ചിരിയും ചിന്തയുമുള്ള കലോപഹാരം എന്ന് പറയുന്നത്. നമ്മൾ ചിരിപ്പിക്കുന്നു, അവർ ചിന്തിക്കുന്നു, എന്തിനാണ് ഈ ചിരിച്ചത് എന്നും പറഞ്ഞ് അവർ ചിന്തിക്കുന്ന ഒരവസരം ഉണ്ടാവും. പിന്നെ ചിലവർ തമാശ പറഞ്ഞിട്ട് നമ്മളോട്, ഇപ്പം നമ്മളൊരു തമാശ പറഞ്ഞെന്ന് വിചാരിക്കും, അവൻ പെട്ടെന്ന് ചിരിക്കും. അപ്പൊ അവനോട് തമാശ പറയാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ അപ്പം തന്നെ ചോദിക്കും, എന്താ നിങ്ങളിപ്പോ പറഞ്ഞത്? നമ്മളോട് മൈൻഡ് ക്ലിയർ ആവാത്തത്. അല്ല, അവന് മനസ്സിലായിട്ടില്ല, എന്നിട്ടും അവൻ ചിരിച്ചു നമുക്കുള്ള ഒരു സംതൃപ്തിക്ക് വേണ്ടി. ചിലവരങ്ങനെയല്ല, തമാശ പറഞ്ഞിട്ട് അവനവൻ തന്നെ ഇരുന്ന് ചിരിക്കും. കാര്യം വേറെ നമ്മൾ ഒരു കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട എന്ന് അവൻ പഠിച്ചു വെച്ചേക്കണോണ്ടാണ് അവൻ തന്നെ ഇരുന്ന് ചിരിക്കണം. ഞാൻ പൊതുവെ ഉള്ളുകൊണ്ട് ചിരിക്കാറുണ്ട്, മനസ്സുകൊണ്ട് ചിരിക്കാറുണ്ട്. ചിരിക്കുന്ന വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഞാൻ സാഞ്ചാന്റെ വീട്ടിൽ ചെന്നപ്പോൾ അത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാം എന്താണ് സാഞ്ചാന്റെ വീട്ടിൽ സംഭവിച്ചത്. അതിന് മുമ്പ് ഞാൻ സാഞ്ചാന് ചെറിയൊരു പണി കൊടുക്കാൻ പോകും. സാഞ്ചേട്ടാ, ഇവിടെ കുറേ സ്റ്റാറുകൾ വന്നിട്ടുണ്ട്. ഈ കുടത്തിന് പേരിട്ടിട്ട് എല്ലാവരും പോകുന്നത്. ഇപ്പൊ ലാസ്റ്റ് വിനോദേട്ടം വന്നു, വിനോദ കടാമംഗലം വന്നിട്ട് ചില്ല് കുടം എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് പോയി. സാഞ്ചേട്ടൻ എന്ത് പേരിടിന്? ഇതൊരു വെള്ളഭരണി പോലെ എനിക്ക് തോന്നുന്നു. എന്ത് പറഞ്ഞു? ഒരു വെള്ളഭരണി. ഒരു കോമഡി പേരാണെങ്കിൽ എന്ത് നിർദ്ദേശിക്കും? ശരിക്കും ഇതിനെ കോമഡി പേരാന്ന് പറയുമ്പോൾ ചെറിയൊരു അക്കോറിയായിട്ടൊക്കെ പിള്ളേരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കും. അക്കോറിയായിട്ട്. ഓക്കെ, ശരി. ഇതിൻ്റെ അത് കുറേ ടാസ്കുകൾ കിടപ്പുണ്ട്. സാഞ്ചേട്ടൻ എന്ത് ടാസ്ക് ആദ്യം കിട്ടുന്നത് നോക്കാം. കാരണം സാഞ്ചേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പുള്ള ടാസ്ക്കാണ്. നോക്കട്ടെ. ചറപറ റൗണ്ട്. ചറപറ റൗണ്ടിനെ കുറിച്ചൊന്ന് പറഞ്ഞു കേൾക്കട്ടെ. ചറപറ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാണ്ട് തന്നെ ഞാൻ ചറപറ സംസാരമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ചവറായിട്ടുള്ള സംസാരം അല്ലല്ല, ചറപറ. ശരി, ഇനി സാഞ്ചേട്ടനോട് ഞാൻ ചറപറയായിട്ട് കുറച്ച് ചോദ്യം ചോദിക്കാൻ പോകും. ചോദ്യങ്ങൾക്ക് എനിക്ക് എന്താ പറയുക, ഈ വലിയ ഉത്തരങ്ങളൊന്നും വേണ്ട. സാജൻ ചേട്ടൻ്റെ മൈൻഡിലുള്ള എന്താണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം? നീയല്ലേ ചോദിക്കുന്നത്, ചെറിയ ഉത്തരം ആയിരിക്കുള്ളൂ. അതെന്താ അങ്ങനെ പുച്ഛിച്ച് പറയുന്നത്? അല്ല, ചെറിയ ഉത്തരമല്ലേ നീ ചോദിക്കുള്ളൂ. അല്ല, ചോദ്യം വലുതായിരിക്കും. അപ്പം ഞാൻ ചെറിയ ഉത്തരം പറയും. ഓക്കെ. ചെണ്ട അസുരവാദ്യമാണ്, മദ്ദളം ദേവവാദ്യമാണ്, എന്നാൽ പി ഏത് വാദ്യമാണ്? ആലോചിക്കാൻ സമയമല്ല, ചറപറ ഉത്തരമാണ്. ദേവവാദ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ചെണ്ട അസുരവാദ്യമാണ്, മദ്ദളം ദേവവാദ്യമാണ്, എന്നാൽ പി ഏത് വാദ്യമാണ്? അത് ഞാൻ എഴുതി സാഞ്ചേട്ടനെ കണ്ടോണ്ട് എഴുതിയത്. കാരണം സാഞ്ചേട്ടൻ ഇതുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഞാൻ വിനോദേട്ടൻ്റെ എപ്പിസോഡ് എഴുതിയപ്പോൾ വിനോദേട്ടനെ കുറിച്ച് എഴുതണോ സാഞ്ചേട്ടൻ? അപ്പൊ ഞാൻ വിനോദേട്ടൻ കാര്യം ഞാൻ പറഞ്ഞു, ചെണ്ട അസുരവാദ്യമാണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കാര്യം ചെണ്ടയുമായിട്ട് എനിക്ക് കുറച്ച് ബന്ധമുള്ളത് കൊണ്ടും ചെണ്ട എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ആയതൊക്കെ കൊണ്ട് എനിക്ക് ചെണ്ടയെ കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷേ മറ്റുള്ള പി ഞാൻ ഊതാറില്ല. അങ്ങനെ ഞാൻ ഊതാറില്ല.
ഏത് വാദ്യം എന്ന് പറയാൻ പറ്റുമോ? എന്തിനുപയോഗിക്കുന്ന വാദ്യം? നാദസ്വരമാണ് ഉദ്ദേശിക്കുന്നത്. ഉത്സവവാദ്യം ആണല്ലേ? ഉത്സവത്തിന് യൂസ് ചെയ്യുമല്ലോ. ഇഷ്ടമായില്ലേ? അല്ല, ഉത്സവത്തിന് യൂസ് ചെയ്യാൻ ചിരിക്കുക അല്ലെങ്കിൽ ഉത്സവത്തിന് മാത്രമൊന്നുമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു തട്ടുമുട്ട് എപ്പോഴും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ. ഞങ്ങളുടെ അവിടെ അമ്പലത്തിലൊക്കെ ഇപ്പോഴും ഈ തകിലും നാദസ്വരവും ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. ശരി, ഇനി സാജൻ ചേട്ടൻ നന്നായിട്ട് സ്പീഡിൽ സംസാരിക്കും, അതുപോലെ തന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കുറേ കോമഡികൾ മാത്രമല്ല, എല്ലാം വാരി വിതറും. ഉള്ളിലൊരു ഭീകരനായ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. ഉള്ളിൽ ഭീകരനായ സ്ക്രിപ്റ്റ് റൈറ്റർ. ആ ഉള്ളി, അതല്ല ഉദ്ദേശിച്ചത്. ഉള്ളിന്റെ ഉള്ളിൽ, ആ ഉള്ളില് എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നടനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. പക്ഷെ ഇത് എഴുതി പേപ്പറിലാക്കുന്നതാണ് ഒരു പ്രയാസം. ഓക്കെ, ഉള്ളിൽ ഭീകരനായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് സംസാരിക്കുന്ന ഒരാളുണ്ട്, ഒരു സിനിമാ നടനാണ്. ആയിക്കോട്ടെ. ഇതറിഞ്ഞപ്പം ഉണ്ടായൊരു ഞെട്ടൽ, ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ കഴിവുണ്ട് എന്നറിഞ്ഞപ്പോൾ തോന്നി ഞെട്ടൽ. അല്ല, ഞാൻ പെട്ടെന്ന് വന്ന് രംഗത്ത് വന്ന ആളല്ലല്ല, ഞാൻ പഠിക്കുന്ന പ്രായത്തിൽ. അതെ, ആ ഞെട്ടലാണ് എനിക്ക്, ഇതാണ് എനിക്ക് അറിയേണ്ടത്. ആ ഞെട്ടൽ എന്തിനാ ഞെട്ടല്? എന്നിൽ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് ചെറുപ്പത്തിലേ തോന്നി, എന്റെ വീട്ടുകാർക്ക് തോന്നി, തോന്നി. എന്റെ വീട്ടിലായിരിക്കുമല്ലോ എന്റെ കലാപ്രകടനം മുഴുവൻ നടക്കുന്നത്. അപ്പൊ എന്നെ തിരിച്ചറിയുന്ന എന്റെ മാതാപിതാക്കൾ, അതിൽ എന്റെ തട്ടകമായിട്ടുള്ള എന്റെ താവളമായിട്ടുള്ള പള്ളുരുത്തി, അവിടെ ഞാൻ ചെറുപ്പം മുതലേ കൊട്ടി തുടങ്ങിയാണ് ഈ തട്ടുമുട്ടും. ഇത് പിടിച്ച ഞാൻ പോകണം. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു ഞെട്ടലായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മൾ ചെയ്തതല്ല, ഈ ഇരുവഴിയിൽ പെരുവഴി നൽകുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പോയവർക്ക് കാണിക്കാവുന്നതൊക്കെ നേരത്തെ പോയവർ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരെയാണ് പേടി എന്ന് പറഞ്ഞാൽ മുമ്പേ പോയവരല്ല പേടി, പുറകെ വരുന്നവനെയാണ് പേടി. അവനാണ് ഇതിലും കഴിവുള്ളവൻ. അപ്പൊ ശരിക്കും വീട്ടിൽ ആരാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്? അമ്മയാണ് കണ്ടത്. എപ്പോഴും മക്കളെപ്പോഴും കാണുന്നതൊക്കെ ഇപ്പൊ അമ്മയാണല്ല. അമ്മയല്ലേ അച്ഛനോട് പറയണത്. പിന്നെ വീട്ടിൽ കിടന്ന് നമ്മൾ സംഗതി നല്ലതാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും, നല്ലതല്ല എങ്കിൽ അവർ തുടക്കത്തിലേ പറയും സ്വരം നല്ലപ്പോഴേ പാട്ടും നിർത്താം. ഓക്കെ, ഈ വിശേഷമാണ് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞത്. ഞാൻ ഇത് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. എട്ടുകാലിയുടെ ഒരു കാൽ പോയാൽ എട്ടുകാലി എന്ത് വിളിക്കും? എട്ടുകാലി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എട്ടുകാലിയുടെ ഒരു കാൽ പോയി കഴിഞ്ഞാൽ, എട്ടുകാലിക്ക് എട്ടുകാലാണല്ലോ, അത് പോയി കഴിഞ്ഞാൽ എട്ടുകാലി എന്ത് പേരിട്ട് വിളിക്കും? പിന്നെ ആകെയുള്ളത് എട്ടുകാലിയുടെ ഒരു കാല് പോയാലും അതിനെ നമ്മൾ എട്ടുകാലി എന്ന് തന്നെ വിളിക്കുള്ളൂ. എട്ടുകാലിയുടെ ഒരു കാല് പോയി കഴിഞ്ഞാൽ എന്ത് പേരിട്ട് സാജേട്ടൻ എന്ത് വിളിക്കും? എട്ടുകാലിന്ന് വിളിക്കുമോ? ഞാൻ എട്ടുകാലി എന്ന് തന്നെ വിളിക്കുള്ളൂ. കാര്യം ഒരു കാല് പോയതുകൊണ്ടൊന്നും. എന്ത് സാജേട്ടാ, വികലാംഗയായ എട്ടുകാലി അങ്ങനെ ഉണ്ടല്ലേ? എന്നില്ലാണ്ടിരിക്കോ? ശരി ശരി, ഞാൻ പറഞ്ഞില്ലേ, ഇത് ചറപ്പറ ഉത്തരത്തിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നതല്ലല്ലോ. ഞാൻ എപ്പോഴും പല സീരിയസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നീ ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ കണ്ട സ്വന്തം സിനിമ ഏതാ? ആക്ഷൻ ഹീറോ ബിജു ആണ് ഏറ്റവും കൂടുതൽ. ഞാനും പ്രേക്ഷകരും ഒക്കെ കൂടുതൽ കണ്ടേക്കണത്. സ്വന്തമായിട്ട് അഭിനയിച്ച സിനിമ അതിൽ ഏറ്റവും കൂടുതൽ ഒരു കോളുകളൊക്കെ ഉണ്ടാക്കി തന്നത് ആക്ഷൻ ഹീറോ ബിജു ആണ്. പക്ഷെ അത് ഏത് സീൻ, ആ സീനിൽ ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെ നോക്കാറുണ്ട് സാറേ. ഞാൻ ഇവിടെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് അത് ആ സ്റ്റൈലിലൊന്ന് പറയാമോ? ഇപ്പൊ സ്റ്റാർ ആയിട്ട് ഇപ്പൊ സാജൻ പള്ളുരുത്തിയായിട്ട് നിൽക്കുന്നത്, അതിൽ എനിക്ക് ആക്ഷൻ ഹീറോ ബിജുവിലെ ആളാണ് മതി. അതിനകത്ത് അല്ലേ, ആ സിനിമയ്ക്കകത്ത് ഞാനിവളൊന്നും ചെയ്തതല്ല സാറേ, ഞാനിവളോട് എവിടെ പോണേന്ന് ചോദിച്ചാണ്, എന്ത് പണിയാണ് നീ കാണിച്ചതെന്ന് ചോദിച്ചാണ്. അപ്പോൾ ഇവള് പറഞ്ഞ് കിസ് അടിക്കണമെന്ന്. അതാണ് സാറേ സംഭവിച്ചത്, വേറെ ഒന്നുമല്ല. ഇതാണ് എനിക്ക് ഇവരൊക്കെ ഒരു പേടി. ഇതാണ് കാരണം എല്ലാം നിറഞ്ഞൊരു അതിനകത്തൊരു കള്ളത്തരമുണ്ട്. എല്ലാ കുരുത്തക്കേടും കാണിച്ചു വെച്ചേക്കണ രണ്ടുപേരും. പിന്നെ അവിടെ ഒന്ന് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഞാൻ സാഞ്ചേട്ടൻ്റെ ഫാമിലിയിലേക്ക് ഒന്ന് കയറണം. കാരണം വേറെ ഒന്നുമല്ല, സാഞ്ചേൻ്റെ വീട്ടിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം മടിച്ചാൻ്റെ ഒപ്പം പോയിട്ടുണ്ട്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു 3-4 ബാഗ്. എടാ സ്വർണ്ണമല്ല, നിങ്ങളെന്തായാലും പെടൂലല്ലോ. അപ്പോൾ ഞാൻ ചെയ്തെന്താ സാഞ്ചേട്ടാന്ന് ചോദിച്ചു നോക്കുമ്പോൾ, ഞാൻ എഴുതി കളഞ്ഞ സ്ക്രിപ്റ്റുകൾ അമ്മ എടുത്ത് സൂക്ഷിച്ചാന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ട് ആ കഥ? എനിക്ക് അതൊന്നും കേൾക്കാനുള്ള, എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്ക് കേൾക്കാനുള്ള. ഞാനും വീട്ടിൽ ഇരുന്നാണ് കൂടുതലും എഴുതിയിട്ടുള്ളത്. ഹോട്ടലിലോ ലോഡ്ജോ അങ്ങനെ വേറൊരു വീട്ടിലോ ഇരുന്നിട്ടല്ല എപ്പോഴും എഴുതിയിട്ടുള്ളത്. അന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരിക, രാവിലെ കുറച്ചിരുന്ന് എഴുതുക. പിന്നീട് രാത്രി ഇവരെല്ലാവരും കിടന്നതിന് ശേഷം മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ട്രൂപ്പുകൾക്കും ഓഡിയോ കാസറ്റ്. എനിക്ക് അപ്പോഴാണ്. എത്ര ട്രൂപ്പുകൾക്ക് എഴുതിയിട്ടുണ്ട് സംഘടന? ഒരു വർഷം ഒരേ സമയത്ത് 9-10 ട്രൂപ്പുകളൊക്കെ സ്ക്രിപ്റ്റും ഡയറക്ഷനൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ട്രൂപ്പിൻ്റെ വന്നത്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ആ ബാക്കിയുള്ള 6 മാസം ഗഗനമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ട് നമ്മളിത് എഴുതാനിരിക്കും. എഴുതുമ്പോൾ ആദ്യം ഒരു തിരുത്ത്, പിന്നെ ഒരു ആദ്യം നമ്മളിപ്പോൾ എപ്പോഴും എഴുത്താണല്ലോ, പിന്നെ എഴുത്ത്, പിന്നെ തിരുത്ത്, പിന്നെ പകർത്ത് നല്ല മൈൻഡിൽ ഇരുന്നാണ്, കുറച്ചും കൂടി ഇരുന്നാണ്. അപ്പോൾ അതിൽ ഒരു എഴുത്ത് കഴിഞ്ഞാലും ഈ തിരുത്ത് പിന്നെ നോക്കിയിട്ടാണ് പകർത്ത്. അതിലൊരു പ്രതി മറ്റൊരു കൊണ്ടുപോകും, ബാക്കിയുള്ളൊരു പ്രതി അവിടെ കിടപ്പുണ്ടാവും. ഇതെല്ലാം അമ്മ ഇങ്ങനെ അടുക്കി കെട്ടി അതാത് ബൈൻഡിട്ട് ഇങ്ങനെ ഒരു ട്രങ്ക് പെട്ടിയിൽ ഇങ്ങനെ മാറ്റി സൂക്ഷിച്ചിട്ടുണ്ടായി.
അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അമ്മയുടെ മരണാനന്തരമാണ് പിന്നെ ഈ പെട്ടിയെ നമ്മൾ ശേഖരിക്കണത്, ഈ കെട്ടൊക്കെ കാണുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായ രാജം ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ എഴുത്തുകളൊക്കെ എത്രയോ എഴുത്തുകളാണ്, എന്തോരം വെളിച്ചം കാണണം. അപ്പം ഞാൻ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് കത്തിച്ചാൽ മതിയാ. അങ്ങനെയല്ല, ഇത് ആളുകളിലേക്ക് എത്തണ്ടേ. അപ്പം നിന്റെ ഒരു കാലഘട്ടം മാറി വേറൊരു പുതിയ തലമുറ വരുമ്പോൾ നീ ഇത്രയും എഴുതിയ സംഭവങ്ങൾ ജനമറിയണ്ടേ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കാണിച്ചാൽ പോരെ? ഇത് കാണിക്കണേക്കാൾ നല്ലത് അടുക്കും ചിട്ടയോടുകൂടി എഴുതി ഒരു ബുക്കിനകത്ത് ആക്കണമെങ്കിൽ അത് പ്രസാദകരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിച്ചിട്ട് അത് കാണണം. അപ്പം അത് നല്ലൊരു ഉൾവിളിയായിട്ട് തോന്നി. ആ സമയത്ത് കൊറോണ കാലവും വന്നു. കൊറോണ കാലം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കെട്ടിങ് എടുത്തു. അപ്പോൾ ഒരു 30 അല്ലെ 25-30 കൊല്ലങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പം ആ സമയത്ത് എഴുതിയ ഈ പേപ്പറുകളെല്ലാം അടുക്കി കെട്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആധുനിക തലത്തിലേക്ക് പുതിയ തലമുറക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ, കാര്യം ഈ ഓഡിയോ കാസറ്റ് റിബൺ ചുറ്റി പോകുന്ന ഓഡിയോ കാസറ്റ് അതൊന്നും ഇനി ഇല്ല. CD-യും ഔട്ടായി. പിന്നെ ആളുകൾ നെറ്റിലേക്ക് കയറി. അപ്പൊ എന്നെ അറിയാവുന്ന എൻ്റെ ശബ്ദങ്ങൾ കേട്ടിട്ടുള്ള അത്തരം കോമഡികളുടെ സ്പീഡും ആ ഒരു അത്ഭുതവും ഇനി അടുത്ത തലമുറ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് നന്നായിട്ട് എഴുതി ഈ കാലഘട്ടത്തിൽ കൂടി ചേർക്കണം. അങ്ങനെ ഞാൻ എഴുതി കൂട്ടിയ പുസ്തകം കണ്ണൂർ കൈരളി ബുക്സാണ് അത് ഇറക്കിയത്. അത് മമ്മൂക്കയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അതെന്റെ നാടിന് സമർപ്പിച്ചത് എന്റെ ആശകളാണ് എന്റെ തമാശകൾ. അതിനകത്ത് മുഴുവനുണ്ട്. ഞാൻ എന്താണെന്ന് അറിയപ്പെടുന്ന ഒരു പകുതി വരെയുള്ള ലൈഫ് ആശകൾ തമാശകൾ എന്നുള്ള പുസ്തകത്തിലുണ്ട്. ഓക്കെ, ഈ ലോക്ക്ഡൌൺ സമയത്ത് സാഞ്ചേട്ടൻ എനിക്കറിയാം കുറേ കാര്യങ്ങൾ സാഞ്ചേട്ടൻ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഞാൻ കണ്ടു. പുതിയ പ്രൊജക്റ്റുകൾ, ആശകൾ തമാശകൾ ബുക്ക് ഇറക്കുന്നതിന് കൂടാതെ നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാട്ടുകളൊക്കെ പുതിയത് എഴുതിയെന്ന് തോന്നുന്നു. കോവിഡ് ആണല്ലോ നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം. കോവിഡ് എന്ന് പറയുന്നത് ഒരു ദുരന്തമായിട്ട് നമ്മളിലേക്ക് വന്നതാണ്. വുഹാനിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഊഹിക്കാത്ത നേരത്ത് എയറിൽ പൊങ്ങി വന്ന് നമ്മളെ എയറിൽ നിർത്തിയ സാധനമാണ്. അവന്റെ ലീലാവിലാസങ്ങളിൽ നമ്മുടെ മേൽവിലാസങ്ങളാണ് കുറെ അധികം പോയത്. അപ്പൊ ഇവൻ വന്നതിന് ശേഷം പിന്നീട് ആളുകളുടെ മനസ്സിൽ ചുറ്റും ഈ രൂപമില്ലാത്ത, ഈ നാമം മാത്രമുള്ള കോവിഡിനെ കുറിച്ചാണ് ചിന്ത. പേര് മാത്രമേ ഉള്ളൂ, ഇവന് രൂപമില്ല. അപ്പൊ എന്തിനും ഒരു രൂപനാമം വേണമെന്നാ പറയണം. ഒന്നെങ്കിൽ നിനക്കൊരു രൂപം വേണം, അതിനനുസരിച്ചൊരു നാമം വേണം. അല്ലെങ്കിൽ ഒരു നാമം വേണം, അതിനനുസരിച്ചൊരു രൂപം വേണം. നാമം പ്രശ്നമാവും. അല്ല, അത് ഓരോരുത്തർക്ക് അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കോവിഡ് വന്ന് നമ്മുടെ നാട്ടിൽ വിളയാടിയ സമയത്ത് എല്ലാവരുടെയും ചിന്തകളിൽ കോവിഡാണ്. അതിൽ സീരിയസ് ഉണ്ട്, തമാശയുണ്ട്. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാലാകമാരായിട്ടുള്ള നഴ്സുമാര്, ഡോക്ടർമാര്, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുറെ നല്ല ചുറുചുറുക്ക് സന്നദ്ധ പ്രവർത്തകര്, ആംബുലൻസ് ഡ്രൈവർമാർ, പത്രപ്രവർത്തകര്, അങ്ങനെ ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി പാടുപെടുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എഴുതിയത് നമുക്ക് എങ്ങനെ ഇത് വന്നു, എങ്ങനെ കിട്ടി? ഭാരതം പൂ പോലും ചോദിച്ചില്ല, പൂന്തോട്ടം കൈനീട്ടം തന്നു ചൈന. അന്നു തൊട്ടുള്ളൊരു നെട്ടോട്ടമായി ഇന്നു വരെ ഓട്ടം നിന്നിട്ടില്ല. ഇന്ത്യയിലുള്ള പൂ ഓർക്കിഡാണ്, ചൈനയെന്നു വന്ന പൂ കോവിഡാണ്. ഏറിൽ നിർത്തിയ പൂവാണിത്, ഏറിൽ വന്നൊരു പൂവാണിത്. ഭാരതം പൂ പോലും ചോദിച്ചില്ല, പൂന്തോട്ടം കൈനീട്ടം തന്നു ചൈന. അന്നു തൊട്ടുള്ളൊരു നെട്ടോട്ടമായി ഇന്നു വരെ ഓട്ടം നിന്നിട്ടില്ല. അതുപോലെ തന്നെ കോവിഡ് എന്ന പേരുള്ള വില്ലൻ നാട്ടിൽ വന്നു കേമത്തം കാട്ടി. നാട്ടിലുള്ള പാവങ്ങളെല്ലാം പേടിച്ചു വീട്ടിലിരിപ്പായി. നേരാണേ നേരാണേ നേരാണേ. ഈ വില്ലൻ വുഹാനിൽ ജനിച്ചു, ഇറ്റലിയിൽ പോയി പഠിച്ചു, സ്പെയിനിൽ പോയി ടെസ്റ്റ് ജയിച്ചു, ട്രംപിന്റെ നാട് നശിപ്പിച്ചു. നേരാണേ നേരാണേ നേരാണേ. ഇങ്ങനെ കുറെ എങ്ങനെ ഈ പ്രാസൊപ്പിച്ച് എഴുതാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, പ്രാസമേ ചെറുപ്പത്തിലെ നമ്മൾ പറയുന്ന വർത്തമാനങ്ങളിലും നമ്മുടെ പ്രവർത്തികളിലും പ്രാസത്തിനൊരു ഭംഗിയുണ്ട്. അത് വേണ്ടുന്ന സ്ഥലങ്ങളിൽ ഒരു മെസ്സേജ് പോലെ നമ്മുടെ കാണുന്ന ആർട്ടിസ്റ്റുകൾ കൊടുത്താൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, അതായത് ഒരു ഇറക്കം, പിന്നെ ഒരു ബൈക്ക് എടുത്ത് ഒരു കറക്കം, തിന്നും വന്ന് വീട്ടിൽ വന്ന് കിടന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം, ആരെങ്കിലും വിളിച്ചുണർത്തിയാൽ തർക്കം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോകും. ഭാഷയെ നന്നായിട്ട് നമ്മളെ ഭാഷയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ഭാഷ നമ്മളിലേക്കും വരണം. മലയാളത്തെ മാത്രമാണ് നമുക്ക് അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാര്യം മലയാളത്തിൽ അങ്ങനെ ഒട്ടനവധി വാക്കുകളാണ്. അത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഇപ്പം കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാര, കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി. അത് കായിൽ ഇങ്ങനെ അവസാനിച്ച് ഇങ്ങനെ തീർക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഓരോ വാക്കുകളിലും അതിൻ്റെതായ ഒരു പ്രാസമുണ്ടാകാം, പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ടാകാം. നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ വലിപ്പിക്കുന്നതിൽ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പഠിച്ചത് സംസ്കൃതം. ഇപ്പൊ സംസ്കൃതത്തിൽ പഠിച്ചത് കൊണ്ട് തന്നെ സംസ്കൃതം ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ടുണ്ട്. ഒരു 5ാം ക്ലാസ് മുതൽ സംസ്കൃതമാണ്, 10ാം ക്ലാസ്. പിന്നെ ഞാൻ BA മലയാളമാണ്. മലയാളത്തിൽ തന്നെ നമ്മൾ സംസ്കൃതവുമായിട്ട് തേച്ച് മിനിക്കുമ്പോൾ ഭയങ്കര
വേദഭാഷയാണ്, ദേവഭാഷയാണ്, ദിവ്യഭാഷയാണ് സംസ്കൃതം. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഭാഷയാണ് സംസ്കൃതം. പിന്നെ മലയാളം നമ്മുടെ സ്വന്തം മാതൃഭാഷയാണ്. ആ ഭാഷയെ നമ്മൾ അത്രയും വിളിക്കുന്ന ഒരു സുഖം. ഉദാഹരണമായിട്ട് അച്ഛൻ കാലം കൂടെ എടുക്കാതെയാണ് പോയേക്കണത് അമ്മേ എന്നാൽ നാറ് നനഞ്ഞേ വരികയുള്ളെന്ന് അമ്മ പറഞ്ഞാൽ നമ്മൾ ചിരിക്കില്ല. പക്ഷെ ആ ഭാഷയെ നമ്മൾ നിർത്തി പറയുമ്പോൾ അച്ഛൻ കാലൻ കുടയെടുക്കാതെയാണ് പോയേക്കണത് എന്ന നാറി നനഞ്ഞേ വരൂ എന്ന് പറഞ്ഞാൽ ചിരിയാണ് നമുക്ക്, ഇല്ലേ? വെറുതെ പച്ചരി നമ്മൾ വെളുത്ത അരി കാണിച്ചിട്ടാണ് നമ്മളോട് ടീച്ചർ പറഞ്ഞത് ഇത് പച്ചരിയാണെന്ന്. പച്ച നിറത്തിലെ അരി അല്ല അത് വെള്ളരിയാ. ആ വെള്ളരിയെ നോക്കിയിട്ടാണ് ടീച്ചർ നമ്മളോട് പച്ചരി എന്ന് പറഞ്ഞത്. ബോർഡിൽ ഇപ്പം നനയുക എന്ന് എഴുതും. ടീച്ചർ ആദ്യം എഴുതിയത് നായാണ്, രണ്ടാമത് എഴുതിയത് നായാണ്. പക്ഷേ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് നനയുക എന്നാണ്. ആദ്യം ടീച്ചർ നായും പറഞ്ഞ്, രണ്ടാമത് നായും പറഞ്ഞു. അപ്പം ചില വാക്കുകൾ നമ്മൾ അങ്ങനെ പറയുമ്പോഴാണ് നമുക്കൊരു സുഖം. അങ്ങനെയാണ് പ്രാസോപ്പിച്ച് എഴുതുന്നത്. പ്രാസമൊക്കെ അങ്ങനെയാണ്. അപ്പം ആ പ്രാസത്തിന്റെ ഒരു സുഖം നമ്മുടെ സംസാരത്തിൽ നമുക്ക് കിട്ടും. അപ്പം അടുത്ത വരി നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി. അപ്പം അതിനൊരു പ്രയത്നം, ഭാഷാ സ്വാധീനം, ഭാഷയുടെ ഒരു സമ്പത്ത് നമ്മളിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണം. മലയാളം നമ്മൾ നന്നായിട്ട് വായിക്കും. ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നോക്കി സമയം കളഞ്ഞേക്കാൻ നല്ലത് പഠിച്ച വിദ്യ ഒന്ന് പ്രവർത്തിച്ച് നോക്കാനും അതിൽ ഇഷ്ടപ്പെട്ട ഒരു വാചകവും കുറിച്ച് വെക്കാനും. സാജേട്ടൻ ബുക്കുകൾ വായിക്കാറുണ്ടല്ലോ? ഞാൻ വെറുതെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മളെക്കാൾ മുമ്പ് സൂര്യചന്ദ്രന്മാരെ ദർശിച്ചിട്ടുള്ള ആളുകൾ എഴുതി വെച്ച് അവരെന്താണെന്നുള്ള ഒരു സംഭവമാണ് ആ പുസ്തകം. എത്ര മണിക്ക് എഴുന്നേക്കും? അങ്ങനെയൊന്നുമില്ല. 4 മണിക്ക് 4:30 മണിക്ക് അപ്പുറത്ത് വെടിവെച്ച് കേൾക്കുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് 4:30 പതുക്കെ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതുവരെയുള്ള സുപ്രഭാതങ്ങളും പാട്ടുകളും ഒക്കെ കേട്ട് ഇതൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ഒരു പണി. ഈ മലയാള സിനിമയിൽ മമ്മൂക്ക, പിന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന മുകേഷ് ചേട്ടൻ, അതൊക്കെ പഴയ ഫിഗർ തന്നെ. സാജേട്ടനും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്താ അത് നടക്കുന്നുണ്ടാണോ? അല്ല, ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ടോപ്പാകാൻ പറ്റിയില്ലെങ്കിലും ചിലവർ ടോപ്പ് വെച്ചെങ്കിലും ടോപ്പാകും. സംസാരിക്കുമ്പോൾ ഒരു വിക്ക് ഇല്ലാത്തവൻ എന്താ പറയണത്, പിന്നീട് വിക്കി സംസാരിച്ചുകൊണ്ട് അതൊരു ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റും. പലർക്കും പല പ്രത്യേകതയാണ്. ചിലർ താടി വളർത്തും, ചിലർ മുടി വളർത്തും, ചിലർ ഡ്രസ്സ് മാറ്റും, ചിലർ സ്റ്റൈല് മാറും. പക്ഷെ എനിക്ക് തോന്നണത് ഞാൻ അന്നും ഇന്നും അത് തന്നെ ഒരു വലിപ്പമില്ല, ശരീരം ഗ്ലാമർ. ആ ഗ്ലാമർ അല്ല, ഗ്ലാമർ ഉള്ളവന് ഗ്ലാമർ പോകുമ്പോഴാണ് നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണത്. എനിക്കത് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് വലിയ വിഷയമൊന്നുമില്ല. അപ്പം നമ്മൾ അന്നും ഇന്നും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല ആർക്കും. നീ എന്താണ് ഉണങ്ങിപ്പോയില്ല എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു നമ്മൾ അന്ന് ഇന്ന് ഒരുപോലെ ഇരുന്നാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയും ആഹാരത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലായാലും പ്രവൃത്തിയിലായാലും കൂടുതൽ ശോഭിച്ചു നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് എന്തുകൊണ്ട് നിരാശ വരുന്നില്ല, അവർക്ക് ക്ഷീണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പുഷ്കല കാലത്തിന്റെ നിർവൃതിയിലാണ് അവർ നിൽക്കുന്നത്. നമുക്കെല്ലാം നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നമ്മളെന്നും പുഷ്കലം മനസ്സുകൊണ്ട് നമ്മളൊരു പുഷ്കല കാലത്തിലേക്കാണ് എപ്പോഴും പോകുന്നത്. അങ്ങനെ ചിന്തിക്കാവും. ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാൻ നിൽക്കട്ടെ, ഒരു പണി കൂടെ കൊടുത്തിട്ട് അക്ഷരം. അല്ല, പണിയില്ലാതിരിക്കണായിരുന്നു. നീ പണി കൊടുക്കണ ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിനക്ക് പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിനക്ക് പണിയില്ലെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ മിമിക്രി ചെയ്യാ. ഓ എൻ്റെ ദൈവമേ, അത് പണിയാണ്. സാജേട്ടന് ഇപ്പോൾ ഒരു ഇഷ്ടമുള്ളൊരു മിമിക്രി എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം, പേഴ്സണലായിട്ട് പറയുക. അത് തുടങ്ങിയപ്പോൾ തന്നെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യയും കൂട്ടിക്കുളയ്ക്കുന്ന ആദ്യ നേരം നീ വിഷ്ടി വിടഞ്ഞാൽ നിന്റെ ആസനത്തിൽ ഒരു വാദ്യം കൂടി വെച്ച നന്നാകും. എനിക്കറിയാം സേതുമാധവൻ, നിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശിങ്കടികളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. നിന്നെ എനിക്ക് വേണം. സത്യത്തിൽ ഒരു അമിട്ട് പൊട്ടിയതുപോലെയാ എനിക്ക് തോന്നിയത്. ആനയെ തളക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ആന എന്നെ തളച്ചു. എൻ്റെ പൊന്ന്, ഇത് റെക്കോർഡ് സ്വിച്ച് ആക്കിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് സമയങ്ങളിൽ ഞാനാണ് ശബ്ദാനുകരിക്കണേന്ന് പറഞ്ഞാണ് ഞാൻ കുറെ കൊല്ലം മുമ്പ് നടന്നിരുന്നത്. പിന്നീട് ആമ്പിള്ളേർ അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ വേഷത്തിലൊക്കെ വന്നപ്പോഴാണ് എനിക്ക് പണി പറ്റില്ലെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയിട്ട് ഞാൻ മാറിയതാ. പക്ഷേ സാധാരണ നമ്മൾ അറിയപ്പെടുന്നത് മിമിക്രിക്കാരെന്നല്ലേ. മിമിക്രിക്കാരെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു പുച്ഛമാണ്. കാര്യം മാക്രി, ആക്രി, ഗജപോക്രി, മരമാക്രി എന്ന് പറഞ്ഞതിനകത്തൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ട്. ആ ഒരു സാധനം മിമിക്രി എന്നുള്ള പദത്തിൻ്റെ അവസാന വാക്കുള്ളത് കൊണ്ട് നമ്മളെ കാണുന്നതൊക്കെ ഒരു നെഗറ്റീവായിട്ടാണ്. പക്ഷേ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള പുതിയ ആ ആളുകളുടെ സിനിമകളാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെയാണ് സൂപ്പർ സ്റ്റാർ ആയത്, അവരൊക്കെയാണ് തിരക്കഥാകൃത്തുക്കളായത്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ എൻ്റെ സഹപ്രവർത്തകരടക്കമുള്ള ഒരുപാട് പേര് ഇന്ന് നിങ്ങളെ ചിരിപ്പിക്കുന്നുണ്ട്. അല്ല, നമ്മുടെ സിനിമാ മേഖലയിൽ മുഴുവൻ മിമിക്രിക്കാരല്ലേ ശരിക്കും ആലോചിച്ച്? മിമിക്രിക്കാരെ ചിലർക്ക് പുച്ഛമാണ്. ചിലർ വിചാരിക്കണം വിദ്യാഭ്യാസം ഇല്ലാത്തവർ, എല്ലാവരും കളിയാക്കി കൊണ്ട് നടക്കണവർ, അവർക്ക് ബോധമില്ലെന്നൊക്കെയാണ്. പക്ഷെ എൻ്റെ അറിവിലുള്ള പല മിമിക്രിക്കാരും ഒക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, നന്നായിട്ട് കുടുംബം നോക്കുന്നവരും അല്ലേ. അത് പറഞ്ഞങ്ങനെ ആയിപ്പോയതാണ്.
അങ്ങനെ ആകുന്നവർക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ലോകത്തെത്തിയത് കൊണ്ട് നമ്മൾ വഴിതെറ്റിയൊന്നും പോയില്ലല്ലോ. നമ്മൾ ഇപ്പോഴും ഈ മേൽവിലാസത്തിലല്ലേ കഴിയും. ഉറപ്പായിട്ടും ഇല്ലേ? കലാകാരൻ എന്നുള്ളൊരു മേൽവിലാസം എൻ്റെ പേരിൽ സാജൻ പള്ളുരുത്തി കൊച്ചിൻ 6 അല്ലെങ്കിൽ സാജൻ പള്ളുരുത്തി എന്ന് മാത്രം വെച്ചാൽ എനിക്കൊരു കത്ത് കിട്ടണമെങ്കിൽ ഞാൻ അത്രയധികം പ്രോഗ്രാമും ജനങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ അറിയുന്നവരുണ്ട്, എല്ലാവർക്കും ഓരോ ഓഡിയൻസ് ഉണ്ട്, ഇല്ലേ? അത് പിന്നെ അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ലോകം വേറെ ഉണ്ട്. അവിടെ നമ്മൾ വലിയ മനുഷ്യൻ. എന്നാൽ ഈ സാജൻ പള്ളുരുത്തി എന്നുള്ള പേര് ചേർക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? അല്ല, എൻ്റെ പേരിന്റെ കൂടെ ഒന്നെങ്കിൽ വീട് നല്ല മണിമാളികയായിരിക്കണം, ഭയങ്കര തറവാടായിരിക്കണം, അതല്ലെങ്കിൽ വലിയ അറിയപ്പെടുന്ന വലിയ ചിലർ ഒറ്റ പേരെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഡിഗ്രി എടുക്കണം. അതൊന്നും ഞാൻ എടുത്തില്ല. വീടിന്റെ കൊട്ടാരത്തിന്റെ പേരും തറവാട്ട് പേരും ഒന്നും അത്ര മഹിമയല്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേരിന്റെ കൂടെ ചേർക്കാൻ പറ്റിയ നല്ലൊരു വാക്കാണ് പള്ളുരുത്തി. പറഞ്ഞപ്പോൾ സാജൻ പള്ളുരുത്തി എനിക്കില്ലാത്തൊരു കുറവ്. പാ വരുമ്പോൾ ആ പള്ളുരുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. പിന്നെ നാടിനോട് ചേർന്ന് കിടക്കുക, നമ്മളെ കാണുമ്പോൾ ആ നാടിന്റെ പേരും കൂടി പറയുക, അതൊക്കെ ഒരു സന്തോഷമായിട്ട്. നാട്ടുകാരെ അത് കേട്ടിട്ട് എന്താ പറയുന്നത്? സാജാ നീ ഞങ്ങളുടെ പേരുകൊണ്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോഴും പല ആളുകളും എന്നോട് നാട്ടിൽ നിന്നൊക്കെ ദൂരത്തൊക്കെ പണിക്കൊക്കെ പോകുമ്പോൾ അവർ എവിടെയാണ് നാട് പള്ളുരുത്തിയാണെന്ന് പറയുമ്പോൾ സാജൻ പള്ളുരുത്തി അറിയുമെന്ന് ചോദിക്കും. ഇതൊക്കെ എന്നോട് ഒന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ അവരത് കേൾക്കുമ്പോൾ അവർക്കൊരു സുഖം തോന്നിയത് കൊണ്ടാണല്ലോ എന്നോടും പറയുന്നത്. അപ്പൊ എനിക്കൊരു സന്തോഷമുണ്ട്. ഓക്കെ, സാജൻ ചേട്ടന് ഇഷ്ടപ്പെട്ട അക്ഷരം അതായത് നമ്മൾ കേൾക്കാൻ പോവാണ്. ഇഷ്ടപ്പെട്ട അക്ഷരം എനിക്ക് ഏറ്റവും കൂടുതൽ മലയാളത്തിലാണെങ്കിൽ മാ തന്നെയാണ്. ഞാൻ കുറേ അധികം വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അക്കങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അക്ഷരം എന്ന് പറയുന്നത്, എൻ്റെ ഡേറ്റ് ഞാൻ ജനിച്ചതൊക്കെ ഒരു 16-ാം തീയതിയാണ്. അപ്പൊ 6-1 ഏത് വർഷം? അല്ല, ഏത് വർഷം എന്ന് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. മാസം ഏത് മാസം? ഞാൻ ഡിസംബർ മാസത്തിലാണ്. അപ്പൊ ഏപ്രിൽ ആവായിരുന്നു നന്നായി. ഏപ്രിൽ 1 ആയിരുന്നു പെട്ടുവരെ. അല്ല, അന്ന് നീ ജനിക്കുന്നുണ്ടല്ലേ, പിന്നെ ഞാനും കൂടി ജനിക്കണം എന്തിനാണ്? ഒരു സമയത്ത് 2 ദുരന്തം എന്തിനാണ്? അപ്പൊ അങ്ങനെ ഈ 16-ാം തീയതി, അപ്പൊ 6-1-7, 2-5 25, 2-5-7 അങ്ങനെയൊക്കെയാണ് നമ്മളിത് കണക്കാക്കുന്നത്. 16, 6-1-7, വെറുതെ 7. അപ്പൊ അവരൊക്കെ 7-ാം നമ്പറിലാണ്. അപ്പൊ എനിക്കിഷ്ടം 7 എന്നുള്ള നമ്പറിനോടാണ്. ഞാൻ പലപ്പോഴും ആര് ചോദിച്ചാലും പറയും ഇഷ്ടമുള്ള നമ്പർ ഏതാന്ന്, നമ്പർ ഏതാ, അക്കം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 7 പറയുള്ളൂ. കാരണം സപ്തസ്വരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ടവരാരാണെന്നുള്ളത് 7 വൻകരകൾ, 7 സമുദ്രങ്ങൾ, 7 മാലാകമാരി, മഴവില്ലിൽ 7 നിറം. മാത്രമല്ല 00 ജെയിംസ് ബോണ്ട് 007 എനിക്കാണെങ്കിൽ ഭയങ്കര ഹരമാണ്. ജലത്തിന്റെ pH മൂല്യം 7 ഇല്ലേ? അത് കൂടാതെ തന്നെ ഈ തീർത്ഥാടനത്തിന് മക്കയിൽ പോകുന്ന ആളുകൾ കബ്ബയ്ക്ക് 7 വലമാണ് വെക്കണത്. ബുദ്ധമത പ്രകാരം ബുദ്ധൻ ആദ്യമായിട്ട് ചുവട് വെച്ചത് നടന്നു നീങ്ങിയത് 7 അടിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽ അവരുടെ ആളുകൾക്കിടയിൽ മൊത്തത്തിൽ പറയപ്പെടുന്നത് 7-ാം സ്വർഗം എന്നാണ് പറയുന്നത്. 7-ാം സ്വർഗത്തിലാണ് ദൈവം ഇരിക്കണേ എന്നാണ് പറയുന്നത്. അങ്ങനെ 7 വൻകരകൾ, 7 സമുദ്രങ്ങൾ, 7 മാലാകമാരി, 7 കുർബാന. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും ഇഷ്ടപ്പെടാൻ പറ്റുന്ന. പിന്നെ ആഴ്ചയിൽ 7 ദിവസം, ഈ 7 ദിവസം കൂടിയാണ് ഒരു മാസം. 12 കൂടിയാണ് ഒരു വർഷം. ഇതൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം വേണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സപ്തസ്വരങ്ങളിൽ നിന്ന് കിട്ടുന്ന 7 ആ ദ്വാരങ്ങളിലൂടെ കടന്നു വരുന്ന ആ സപ്തസ്വരങ്ങൾ, ആ മഴവില്ലിലെ 7 നിറങ്ങളും കൂടി ചേർന്നുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു കുളിർമ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് 7 ഏറെ ഇഷ്ടമാണ്. 7 ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇനിയും ഉണ്ടാകാം. എന്റെ എന്തെങ്ങനെ പറയുന്നത് സാഞ്ചേട്ടത്? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ പോണോടാ, പഠിക്കണം. ശരി, സാഞ്ചേട്ടൻ സ്കൂളിൽ പോയാൽ ഞാൻ സ്കൂളിൽ പോയപ്പോൾ നമുക്ക് കാണാം അടുത്ത പണി കൊടുക്കാൻ പോകും. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഷെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എടുക്കണതൊക്കെ പണിയാണ്. ഇനി കൊറോണയാണ്. കവിത ചൊല്ലുക. സാജൻ ചേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു കവിത ഉണ്ടെങ്കിൽ അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അല്ല, ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കവിതയേക്കാൾ കൂടുതൽ നമുക്ക് എപ്പോഴും എൻ്റെ കവിതകളെന്ന് പറഞ്ഞാൽ എനിക്കൊരു പരിധിയുണ്ട് എഴുതുന്നതിനൊക്കെ. തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ചൊല്ലുന്ന കവിതയാണോ നീ ആഗ്രഹിക്കുന്നത്? സാജൻ പള്ളുരുത്തി ചൊല്ലുന്ന ഒരു കവിത, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിറകറ്റു വീണൊരു ശലഭങ്ങളെ, പറക്കാൻ കൊതിക്കുന്ന മോഹങ്ങളെ, ഞെട്ടറ്റു വീണൊരു പുഷ്പങ്ങളെ, ഞെട്ടിൽ വിടരാൻ വിതുമ്പും മുകുളങ്ങളെ, മുകുളങ്ങളെ. സാജന പല ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ സാജേട്ടൻ ഇങ്ങനെ കുറേ കവിതകളും അല്ലെങ്കിൽ കുറേ പ്രസംഗങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇഷ്ടമുള്ള ഒരാളുടെ കവിതയല്ലേ ആദ്യം? ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. ONV സാറിൻ്റെ 1-2 കവിതകൾ, 1-2 എനിക്കേറെ ഇഷ്ടമുള്ള പാട്ടുകളിൽ അല്ലെങ്കിൽ കവിത എഴുതിയതിൽ ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉത്തര മധുരാപുരി കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവിദിതൻ കിഴക്കരികിൽ കാളിമകാളും നഭസെ ഉമ്മ വെക്കും വെൺമനോഞ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലാർന്നക താളിരുന്നാൽ കാണും ചെറു മതിലിനുള്ളിൽ സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞു തോഴി.
അന്നെനിക്കൊട്ടും മനസ്സുഖമില്ലെൻ്റെ ചന്ദന പമ്പരം എങ്ങോ കളഞ്ഞുപോയി. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കച്ഛൻ ഓറഞ്ചു കൊണ്ടത്തരാറുള്ളതോർത്തു ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളേ ഉള്ളൂ, നിന്റെ അച്ഛൻ മരിച്ചുപോയി. അത് എനിക്ക് തന്നെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള കവിത. അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാരണം ആ കവിത എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്നു നിശബ്ദമായി. വന്നവർ നാലുകെട്ടിൽ തന്നെ നിന്നുപോയി ഞാൻ നിഴലുകൾ മാതിരി. കത്തുന്ന കാറ്റിൻ്റെ കാണാത്ത കൈകളിലെത്തിപ്പിടിക്കാൻ തിലവിളക്കിൻ തിരിച്ചാണകം തേച്ച വെറുന്നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ സ്പർശിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത്രയും വലിയ പ്രായമല്ല, കണ്ണ് നിറഞ്ഞല്ല അല്ല, നല്ലൊരു മനസ്സ് വേണോടാ. ഈ നല്ല പ്രായത്തിൽ ഞാൻ കുറ്റക്കാരനായ പോലെയാണല്ലോ എഴുതി വെച്ചിട്ടുള്ള കുറെ കവിതകളുണ്ട്. 80 വയസ്സ് വരെയും ജീവിച്ചിട്ട് എഴുതാൻ കഴിയുന്നതിനേക്കാൾ നല്ലതാണ് 30, 34, 40-നുള്ളിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ, വയലാർ സാറ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. പലവരും നമ്മളെ വിട്ട് കടന്നു പോയിട്ടുള്ളവരൊന്നും വലിയ പ്രായക്കാരല്ല. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് നമ്മളെ വിട്ട് വേർപിരിഞ്ഞു പോയ നിരവധി പ്രതിഭകളുണ്ട്. അവരൊന്നും ഓർക്കാപ്പുറത്താണ് ഈ അടി കിട്ടിയത്. അവർക്ക് ഇനിയും ചെയ്തു തീർക്കാൻ കഥാപാത്രങ്ങൾ ബാക്കി നിൽക്കുന്നു. അവരുടെ ശബ്ദത്തിൽ പറഞ്ഞു തീർക്കാൻ ഒരുപാട് വേഷങ്ങൾ ഇനിയും നിൽക്കുകയാണ്. അവർ ചൊല്ലി തീർക്കാൻ ഇനിയും ഒരുപാട് കവിതകൾ ബാക്കി നിൽക്കുക. അതാണ് ഈ ലോകം. ആ ലോകത്തേക്കാണ് കോവിഡ് വന്ന് ഇടവും വലവും നോക്കാതെ, പണ്ഡിതനോ പാമരനോ നോക്കാതെ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണോ അങ്കമാലിയാണോ എന്ന് പോലും നോക്കാതെ എടുത്തുകൊണ്ട് പോകും. അങ്കമാലി അതാണത്. അത് വലിയൊരു പ്രയാസം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തരുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഞാൻ സാഞ്ചേട്ടൻ്റെ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു. അത് പ്രത്യേകിച്ച് മണിച്ചേട്ടനോടൊപ്പം നടന്നൊരു കാലഘട്ടമുണ്ട്. അതായത് മണിച്ചേട്ടൻ്റെ കോമഡി കാസറ്റുകൾ. നിങ്ങൾ സാഞ്ചേട്ടനും അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് മണിച്ചേട്ടൻ പറഞ്ഞിട്ടും നമുക്ക് നന്നായിട്ട് അറിയാം. അതെന്താണെന്ന് നമുക്ക് അടുത്തൊരു പണി കൊടുത്തതിന് ശേഷം കേൾക്കാം. പോകുമ്പോൾ ശമ്പളവും തരേണ്ടി വരും. 500 രൂപ വണ്ടിക്കാശും. നീ പൈസ കൂട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും കൂട്ടി പറയാൻ പറ്റാത്തത്. ആകെ 2 പേരണ്ടിട്ട് കുലിക്കണമുണ്ട്. കുസൃതി ചോദിക്കണോ? ചോദിക്കണോ? സാഞ്ചേട്ടനൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിത്. പിന്നെന്താ അറിയാ, ഇവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കണ്ടേ. ശരി, ഇച്ചിരി ലെങ്ത് ഉണ്ട്. സാഞ്ചേട്ടൻ്റെ ലെങ്ത് ഒരു പ്രശ്നമല്ലല്ലോ. ഉത്തരം ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതിനാ? അല്ല, ഇത് എഴുതിയില്ലായിരുന്നെങ്കിൽ പേപ്പർ ഇപ്പം നിന്റെ കയ്യിൽ പോയിരുന്നെങ്കിൽ നിന്റെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കണത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ലോറി വരുന്നു, 2 പോലീസുകാർ കൈ കാണിച്ചു. ഒരു പോലീസുകാരൻ ചോദിച്ചു വണ്ടിയിൽ എന്താണെന്ന്, മറ്റേ പോലീസുകാരൻ ചോദിച്ചു നിന്റെ വീട് എവിടെയാണെന്ന്. അപ്പൊ 2 ചോദ്യത്തിനും കൂടെ ഒറ്റ ഉത്തരമാണ്. മാങ്ങ, ഒന്ന് ലോറി, മാംഗ്ലൂർ. ഒറ്റ ഉത്തരം മതി. മാങ്ങാലോറി. വീട് എവിടെയാണ്, വണ്ടിയിൽ എന്താണ്. കുസൃതി ചോദ്യമാണ്, കുസൃതിയ ഉത്തരവുണ്ട്. ഈ ബാലരമയും പൂമ്പാറ്റയും കളിക്കൊടുക്കൊന്നും അധികം വായിക്കാറില്ലാത്ത. ഇല്ല, തോറ്റു. പാല. ശരിയാണ്. ലോറിക്കകത്ത് എന്താണ്? പാല. നിന്റെ വീട് എവിടെയാണ്? പാല. എന്തേ? അല്ല, നല്ല ചോദ്യമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു ചാർജ്. ഭയങ്കര ചാർജുകളുണ്ട് നമുക്ക്. ഒരു ചാർജ് മാത്രം ആർക്കും ഇഷ്ടപ്പെടും. രാത്രി ചാർജ്. എന്നാ പിന്നെ സാനിറ്റൈസർ കുറച്ച് ഉപയോഗിച്ചു. ശരിയാണ്. ശരി ഉത്തരാണ്. നീ ഇഷ്ടപ്പെടുന്ന റീചാർജ് അല്ലേ? അല്ലല്ല, ആർക്ക് ചെയ്ത് കൊടുക്കാൻ? എല്ലാവരോടും പറയുന്നത് 50 രൂപ ചെയ്യുക, 20 രൂപ ചെയ്യുക. ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് മണിച്ചേട്ടനുമായിട്ടുള്ള സാഞ്ചേട്ടൻ്റെ ബന്ധം. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. മണിച്ചേട്ടൻ്റെ ഒരു ഹിറ്റായ ആൽബങ്ങൾ മുഴുവൻ, ഓഡിയോ കാസറ്റുകൾ മുഴുവൻ സാഞ്ചേട്ടനാണ്. അതിനകത്ത് സാഞ്ചേട്ടൻ്റെ തൂലിക ഉണ്ടായിരുന്നു. അതിൻ്റെ നമുക്കൊന്ന് വിശേഷങ്ങളിലേക്കൊന്ന് പോയാലോ? അതിനൊന്നും തെളിവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാലഘട്ടത്തിൽ ഓണത്തിനടക്ക കൂട്ട് കച്ചവടം എന്നുള്ളൊരു കാസറ്റ് 20 കൊല്ലം, അതിനുശേഷം അതിൻ്റെ വിഷ്വലൈസ് 4 കൊല്ലം, 24 കൊല്ലം ആ കാസറ്റിന് പാരമ്പര്യമുണ്ടെങ്കിൽ ആദ്യത്തെ 3 വർഷം ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് അതുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അപ്പം അതിലൊക്കെ എപ്പോഴും എൻ്റെ 2-3 ബിറ്റുകൾ അതിനകത്ത് ഓണത്തിന് അത് കാത്തിരിക്കുന്ന ഒരു ജനവും അത് ഓർത്തിരിക്കുന്ന ഒരു ജനവും സിനിമാക്കാരടക്കമുള്ള സിനിമാ മേഖലയിലുള്ള പലരും, സാധാരണക്കാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെ അത് മേടിച്ച് വാങ്ങി കളയാതെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സമയമുണ്ടായി. ആ ഒരു കാലഘട്ടത്തിലാണ് മണിയും അതിൻ്റെ ഒപ്പം യാത്ര ചെയ്ത് നാടൻ പാട്ടുമായിട്ട് വരികയും പിന്നീട് തോശിമ കൂന്താരവും മണി ഒന്നായി, മണിച്ചേട്ട വിളിക്കുന്നു, നിക്കട മണി നടക്കോട്ട്, മണിയും ഡോക്ടറും പിന്നെ ഞാനും, അങ്ങനെ എന്തൊക്കെ കാസറ്റ്. അതിലൊക്കെ എന്നെ ഒരു ചെറിയ ഭാഗമായിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കേൾപ്പിക്കാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ പോവുക.
ഞങ്ങൾ തമ്മിൽ ഒരു ഇടാപോട ബന്ധമായിരുന്നു, എനിക്കറിയാം. ഇടാപോട ബന്ധമാണെങ്കിൽ എന്നെ ഇടാന്ന് വിളിച്ചിട്ട് സാജേട്ടാന്ന് വിളിക്കുള്ളൂ, സാജൻ ബായി എന്നാ വിളിക്കുന്നത്, സാജൻ ബായി എന്ന് വിളിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു മിമിക്രി കലാകാരന്റെ ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും ഒക്കെ അറിഞ്ഞ് ഈ കലാരംഗത്തേക്ക് വന്നതും അത്രയ്ക്കും ജനപ്രീതിയുള്ളൊരു മിമിക്രി കലാകാരൻ ഇപ്പൊ നിലവിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അസൂയോട് കൂടിയുള്ള വിടവാങ്ങലായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിന് തെളിവായിട്ട് ഗായകരംഗത്തും പാടാനും എന്താ പറയണത്, ആടാനും മിമിക്രി കാണിക്കാനും തമാശ പറയാനും വില്ലനായും നായകനായും ഉപനായകനായും ഗായകനായും ഒക്കെ പല ഭാഷകളിലൊക്കെ. അത് ഞങ്ങൾ തമ്മിൽ ശ്രീലങ്കയിലൊക്കെ പോയി നിന്നപ്പോൾ അവിടെ ആളുകൾ ചുറ്റും കൂടിയതും നീ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഞങ്ങൾ മാറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ വന്നപ്പോൾ പറയാം അത് ജെമിനി കണ്ടേന്റെയാണ് എന്നൊക്കെ പറയും. അതുകൂടാതെ മദ്രാസിൽ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് സംഘടനയുടെ ആവശ്യവുമായിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ കോയമ്പത്തൂരൊക്കെ നിൽക്കുമ്പോഴും സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ തമിഴ് താരങ്ങള് സഹതാരങ്ങള് അവര് പോകാതെ അവിടെ നിൽക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ മണി സാറിന് അടിക്കണം എന്ന് പറയും. എന്ന് വെച്ചാൽ മണിയുടെ അഭിനയം കാണാൻ വേണ്ടി ആ വില്ലനെ കാണാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആ കഴിവ് അവിടെ മാറ്റുരക്കുകയാണ്. പിന്നെ പാടാൻ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിക്കണമണി നടക്കട വടക്കോട്ട് എന്നുള്ള കാസറ്റാണ് കണ്ണിമാങ്ങ പ്രായത്തിൽ. അതിൽ ഒരു കഥാപ്രസംഗം മൂന്നാൻ പറയുന്ന ഒരു സാധനമുണ്ട്. അത് എഴുതി ഞാൻ വെച്ചിരിക്കുക. അതൊന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഞാൻ ഇപ്പോഴും ആരെങ്കിലും പറയട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത്. ഇത് ആദ്യം ട്രൈ ചെയ്തത് വേറൊരു ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞ് മണി വന്നപ്പോൾ മണി പറഞ്ഞു അതെന്താ ഞാൻ പറയാല്ല, പ്രശ്നമല്ലേ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് മണി അത് പറഞ്ഞു. കുറെ കഴിഞ്ഞിട്ട് ചോദിച്ചത് ആരെഴുതിയേ? അപ്പൊ ഞാൻ പറയുന്ന സാധനം അപ്പൊ എന്നാ വിളിക്കുന്ന പുള്ളിനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു നോക്ക്, സാൻബായി പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മതി മാറ്റണ്ട എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അനുഗ്രഹം. ഇവരെ നിങ്ങൾക്കറിയില്ലേ, ഇവരാണ് നമ്മുടെ ചെറുക്കൻ, ഇവരെ നമ്മൾ പറയുന്നു എവിടെയാണ് പെണ്ണ്, പെണ്ണിനെ വിളിക്ക്, പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇവരെന്താ നിങ്ങൾ സ്ത്രീധനം കൊടുക്കണത്, ഇപ്പൊ സ്ത്രീധനമേ വാങ്ങൂ, ഇപ്പൊ 4 വർഷം കൂടെ പൂക്കൂ, എവിടെ ഇവന്റെ വീട് മൂന്നാറ്, 4 വർഷം കൂടെ പൂക്കൂ, ഇങ്ങനെ കുറഞ്ഞി എന്നൊക്കെ പറയണ ഒരു ഭയങ്കര കഥാപ്രസംഗം. അത് കാതികന്റെ ദേഹത്തേക്ക് മൂന്നാൻ കൂടുന്ന സമയത്ത് അത് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ നമുക്ക് അവതരിപ്പിക്കാനുള്ള അവസരം ഇന്നാക്ക് ഇന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കയറി മാറാതെ ആ സാധനം വിട്ടു തരുന്ന ഒരാളായിരുന്നു. എനിക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളും പിന്നീടുള്ള പല കാസറ്റുകളിലും വേദികളിലും അല്ലാതെയും ഒക്കെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാറ്റുരക്കാനോ വേദികളിൽ പോകാനോ അല്ലെങ്കിൽ അവിടെ ചെന്ന് നിൽക്കാനോ ഇവിടെ ചെന്ന് നിൽക്കാനോ ഒന്നും നമ്മൾ നിന്നിട്ടില്ല. അതിനുള്ള അവസരം പുള്ളി നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ആ ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അടുപ്പം അദ്ദേഹത്തോട് എനിക്കുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന പാട്ടുകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ല, അതിന് കണ്ണിമാങ്കടക്കമുള്ള അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പുള്ളി പാടിയിട്ടുള്ള പല പാട്ടുകളും നമുക്കറിയാം. അതെല്ലാം പുള്ളിക്ക് മാത്രം പറ്റുന്ന ഓരോരുത്തർക്ക് പറ്റുന്ന പാട്ടുകളാണ് അല്ലേ. പാടി ഉറക്കാൻ ദാസേട്ടൻ ഉണ്ടെങ്കിൽ പാടി ഉണർത്താൻ ജയേന്ദ്രൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ അല്ലേ. ജയേന്ദ്രൻ സുപ്രഭാതം സുപ്രഭാതം എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഉണരുമ്പോഴായിരിക്കും ഹരിവരാസനം. പിന്നെ നമുക്ക് സമയം കളയാൻ നമുക്ക് ഓർത്തിരിക്കാൻ ഒരാളായിരുന്നു അതിൻ്റെ ഇടയിൽ മിമിക്രി കലാരംഗത്ത് നിന്ന് വന്ന കലാഭവൻ സാഞ്ചേട്ടൻ. എനിക്കിപ്പോൾ സാഞ്ചേട്ടൻ ഹരിവരാസനം പാടിയപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. കാരണം മണിച്ചേട്ടൻ എനിക്ക് ദുബായിലാണ് എനിക്ക് തോന്നുന്നത്, SP സാറ് യേശുദാസ് സാറ് ഇവർ ഫ്രണ്ടിലിരിക്കുന്നത് മണിച്ചേട്ടൻ ഹരിവരാസനം മാറ്റി പാടുക എന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു. ഹരിവരാസനം എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് പാടാറത്തില്ല. എന്നിട്ട് ആ പാട്ട് മണിച്ചേട്ടൻ മാറ്റി ഓർക്കസ്ട്രക്കാരോട് പറഞ്ഞു, പുള്ളി ഒരു CD ചെയ്താണ്. ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ഇപ്പോഴും ചാനലിലൊക്കെ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവർ ദാസാറും SP സാറും എഴുന്നേറ്റ് നിന്നിട്ട് എന്താ പയ്യന് ഇത് തമിഴിൽ എന്തൊക്കെയോ പറയുന്നു. ഈ SP സാറ് കാല് തൊട്ട് ഇവരെ വന്ദിക്കുകയാണ് ഈ മണിച്ചേട്ടൻ ചെന്നിട്ട്. കാരണം ആ മനുഷ്യൻ അപ്പം മാറ്റിപ്പാടുകയാണ് ആ സാധനം. പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് നടത്താൻ കഴിവുള്ളൊരു എന്താ പറയണത് തൊണ്ടയാണ്. അതെ, മണിച്ചേട്ടൻ്റെ അല്ലേ. അത് നല്ല മനുഷ്യൻ. തരത്തിലും നമുക്ക് വലിയ കലാകാരന്മാർക്ക് അദ്ദേഹത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന കുറെ ആളുകൾ അവർക്കൊക്കെയാണ് കഠിനമായ നഷ്ടം ഉണ്ടായത് അല്ലേ. പിന്നെ ഇപ്പം ഈ കോവിഡ് സമയത്ത് ഉണ്ടാകേണ്ട ഒരാളായിരുന്നു. കൊറോണ സമയത്തൊക്കെ പ്രളയത്തിലൊക്കെ ഉണ്ടാകുകയായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വള്ളത്തിലൊക്കെ പുള്ളി അവിടെ നിന്ന് പകരക്കാരനായിട്ട് നിന്ന് പകരക്കാരനില്ലാതെ തകർത്ത് വാരിയനെ. പിന്നെ കൊറോണ സമയത്താണെങ്കിലും വിളിപ്പുറത്തെത്തി ആളുകളെ സംരക്ഷിക്കാനും നോക്കാനും ഒക്കെ ഉണ്ടായ ഒരു വലിയ മനസ്സ്. ഈ സാഞ്ചേട്ടൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൊറോണ സമയത്ത് നമ്മുടെ കലാകാരന്മാർ ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ശരിക്കും കലാകാരന്മാരോട് എന്തെങ്കിലും ഒരു മെസ്സേജ് സാഞ്ചേട്ടനെ പോലെ ഒരു സീനിയർ ഒരു ആൾ ഞങ്ങളുടെ ഗൃഹനാഥൻ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ ഉണ്ടാവുമല്ലോ. ശരിക്കത് ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്ക് മാത്രമേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഈ ഭാഷയൊക്കെ എങ്ങനെ പറയും, എങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്,
അന്നന്ന് മാത്രം ജോലിയെടുത്ത് അന്നന്ന് കഴിയുന്ന കുറേയധികം ആളുകളുണ്ട്. നമുക്ക് കലാകാരന്മായിട്ട് സഹപ്രവർത്തകർ, അവർ സമ്പാദിച്ച് വെച്ചിട്ടില്ല. ഇന്ന് സമ്പാദിച്ച് കൊണ്ടുവരുന്നത് തന്നെ തികയാതെ ജീവിതം അഷ്ടിക്ക് മുട്ടി ഇങ്ങനെ കഴിഞ്ഞു പോവുക. അവർ തന്നെ വാടകയ്ക്കും കൂടിയാണ് താമസിക്കണമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല. ആ കൂട്ടത്തിൽ അമ്മയ്ക്കും അച്ഛനും ഒരു അസുഖവും കൂടി ഉണ്ടെങ്കിൽ തീരാ ദുഃഖമാണ്. അതെ, ശരിക്കും ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ മാത്രമല്ല, ബൈബിളിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പ്രളയം വരും, ഇങ്ങനെ മഹാമാരി വരും. ഇതൊക്കെ നിങ്ങൾ വാ മൂടിക്കെട്ടി ജീവിക്കേണ്ട ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കലാകാരന്മാർ അപ്രത്യക്ഷമായില്ലേ? ആരാധനാലയങ്ങൾ അടച്ചു, ദേവാലയങ്ങൾ അടച്ചു, വിദ്യാലയങ്ങൾ എല്ലാം അടച്ചു, നമ്മുടെ ആലയം പൂട്ടിച്ചു, പിശാച് ജയിച്ചു. ആ സമയത്താണ് ഈശ്വരനും പിശാചും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അങ്ങനെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ആലയം തുറന്നു, ആലയം വിദ്യാലയമായി, ആലയം ദേവാലയമായി. ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള അവസരം ഒരുക്കിയത് കൊറോണയാണ്. അപ്പം കുട്ടികൾ ഓൺലൈനാണ് പഠിക്കണമെങ്കിൽ പോലും ആ കുട്ടികളെ ഉപദേശിച്ച ടീച്ചർ എന്ന് പറഞ്ഞത് പിള്ളേർക്ക് മൊബൈൽ കൊടുക്കരുത്, പിള്ളേരത് നോക്കരുത്, വഴിതെറ്റും എന്ന് പറഞ്ഞ ടീച്ചർ തന്നെ പാരൻസിനെ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി, കുട്ടിക്കൊരു മൊബൈൽ മേടിച്ചു കൊടുക്കൂ, ഒരു ടാബ് മേടിച്ചു കൊടുക്കൂ, കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുത്തു, അവരെ പഠിപ്പിക്കട്ടെ എന്ന് ടീച്ചറെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. വീട് വൃത്തിയാക്കി, ഭക്തി കൂടി, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് തിരിച്ചറിയണത് ഇത് ഏത് കൊച്ചി, ഇത് നമ്മുടെ കൊച്ചി. അപ്പോൾ ഇതിനെ ഞാൻ കണ്ടിട്ടില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ അകത്ത് കിടക്കണം, മലന്ന് കിടക്കണ ആരാണ്? അതാണ് നിങ്ങളുടെ പാരൻസ്. അതൊക്കെ എത്രയോ നാളായി. അതൊക്കെ തിരിച്ചറിഞ്ഞത് ഈ സമയത്താണ്. ഈ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അല്ലേ? അതെ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് 1721 ആദ്യമായിട്ട് പ്ലേഗ് വരുമ്പോഴും, പിന്നീട് 100 വർഷം കൂടി 1821 കോളറ വരുമ്പോഴും, പിന്നെ 100 വർഷം കൂടി 1921 സ്പാനിഷ് ഫ്ലൂ വരുമ്പോഴും, ഒരു 100 വർഷം കൂടി ഒരു മഹാമാരി വരുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് 1721 1821 1921 നമ്മുടെ കയ്യിൽ ഈ യന്ത്രം ഇല്ല, ഫോണെന്ന് പറഞ്ഞൊരു യന്ത്രമില്ല. നമുക്ക് തന്ത്രം മാത്രമേ അന്നും അറിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചുണ്ടിലൊരു മന്ത്രം മാത്രമേ ഉള്ളൂ. ഇന്ന് കുതന്ത്രമൊക്കെ കൂടി കൂട്ടിയിട്ട് ജീവിക്കാൻ പറ്റണില്ല. ഫേസ്ബുക്കും വാട്സപ്പും പോരാതെ വരുന്നു. നമുക്ക് പരസ്പരം സല്ലപിക്കാനും സമയം കളയാനും ഒക്കെ ഈ യുഗത്തിൽ സമയമുണ്ട്. പക്ഷേ ഈ ഒരു മഹാമാരി നൂറ്റാണ്ടിൽ വരുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ്. നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ കുറേ മെമ്മറീസൊക്കെ അങ്ങനെ ഫുള്ളായി കഴിയുമ്പോൾ കുറേ ഡിലീറ്റ് ചെയ്യില്ലേ? അതുപോലെ പ്രപഞ്ചത്തിൽ ഈ പണ്ഡിതനേതോ പാമരനേതോ ഉള്ളവനേതോ ഇല്ലാത്തവനേതോ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണോ അങ്കമാലിയാണോ ഒന്നും നോക്കാതെ എടുത്തങ്ങ് കളയുക. ദൈവത്തിന് കണ്ണ് കെട്ടിയിട്ടാണ് ഇവരെ ഓരോരുത്തരും വിളിക്കണത്. അതിലൂടെ എത്രയോ കലാകാരന്മാർ, എത്രയോ സാഹിത്യകാരന്മാർ, എത്രയോ കുടുംബത്തിൻ്റെ ഗൃഹനാഥന്മാർ, കുഞ്ഞു കുട്ടികൾ, പ്രായമായ അച്ഛനമ്മമാർ, അവരൊക്കെ കുറേ കാലം കൂടി നമ്മുടെ കൂടെ വേണ്ടതായിരുന്നു. ഈ ഒരു യുഗത്തിൽ, ഈ ഒരു നൂറ്റാണ്ടിൽ ഒരു 1-2 വർഷം കഴിയുമ്പോഴും നിൻ്റെ അച്ഛൻ എന്ത് വന്നാൽ മരിച്ചത്? കോളറ. നിൻ്റെ മകൻ എങ്ങനെയാണ് മരിച്ചത്? കോളറ. അല്ലാണ്ട് അറ്റാക്കോ ഒറ്റക്കോ ഒന്നും പോയി മരിച്ചതായിരിക്കില്ല. ഒക്കെ ഈ ഒരു മാരി. അപ്പോൾ ഈ മാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് അകലം പാലിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. 2 കണ്ണുണ്ടെങ്കിൽ ഒരു കാഴ്ചയെ കാണാൻ പറ്റുള്ളൂ, എന്നാലും 4 കണ്ണായിട്ട് മുന്നോട്ട് പോകുക, പിടികൊടുക്കാതെ. നമ്മൾ ശരിക്കും സാധിച്ചിട്ട് ഈ ഒരു കലാകാരന്മാർ ഈ ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ അടുത്തൊരു കലാകാരനെ വിളിച്ചപ്പോൾ, എൻ്റെ പഴയ ഒരു സഹപ്രവർത്തകനും എൻ്റെ ഒരു ശിഷ്യനൊക്കെ ആയിരുന്ന ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചപ്പോൾ അവൻ ആദ്യം ഫോൺ എടുത്തില്ല, രണ്ടാമത് എടുത്തില്ല, 5 തവണ കഴിഞ്ഞ് വൈകിട്ട് എന്നെ വിളിച്ചു. ഇത്ര നേരം വിളിച്ചിട്ട് നിന്നെ കിട്ടാത്ത എന്താ? ചെറിയൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് വിളിച്ചത്. ചേട്ടാ, ഞാനിപ്പോൾ ആരോടും പറയണ്ട, ഞാനൊരു വെൽഡിംഗ് പണിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ആ പണിക്ക് പോണതൊരു കുറച്ചിലായിട്ടല്ല അവൻ പറയണത്. ഇത്രയും കാലം കലാരംഗത്തിൻ്റെ കുപ്പായിട്ട് നടന്നിട്ട് ഇപ്പം ഞാൻ വേറൊരാളുടെ കൂടെ ഒരു വെൽഡിംഗ് പണിക്ക് പോവുക. അവൻ അടക്കമുള്ള ആളുകൾ പല തൊഴിൽ മേഖലകളിലേക്ക് ചെന്നു, അവിടെ പോലും ആളെ എടുക്കുന്നില്ല. അതിൽ നിന്നൊക്കെ യാത്ര പറഞ്ഞാണ് അവർ ഈ രംഗത്തേക്ക് വന്നത്. ആൾക്കൂട്ടമില്ല, ആൾ കൂടാൻ പറ്റുന്നില്ല, വേദിയില്ല. കലാകാരൻ 1.5 കൊല്ലമായിട്ട് വീട്ടിലകത്തിരിപ്പാണ്. ചിലവ് മാത്രമേ ഉള്ളൂ, വരവില്ല, കൂട്ടുകാരില്ല, അയൽക്കാരില്ല, പിരിവുകാരില്ല. ഒറ്റപ്പെട്ട ഒരു ജീവിതം. ഒറ്റപ്പെടുത്തുന്നത് കൊറോണയും. ഒറ്റപ്പെട്ടു പോയാലൊരവസ്ഥ. ഇതിലേറ്റവും സങ്കടകരമായ ഒരവസ്ഥ, നമ്മുടെ വീട്ടിൽ മകളുടെ കല്യാണം നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ, മകൻ്റെ കല്യാണം. ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അവരുടെ മുമ്പിൽ സന്തോഷത്തോടെ, അതിനുള്ളൊരു അവസരമില്ല. ഇതിൽ ഏറ്റവും ദുഃഖം, ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നമ്മളെ വേർവിട്ട് പോയാൽ അയാൾക്ക് പോസിറ്റീവ് ആണെന്ന് കൂടി അറിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥനാണേലും അമ്മയായാലും അച്ഛനായാലും പുറത്തുനിന്ന് പിന്നെ ആരും അങ്ങോട്ട് പോകുന്നില്ല. അവരുടെ ദുഃഖം അവർ തന്നെ കരഞ്ഞു തീർക്കുക, അവർ ഓർത്തു തീർക്കുക. ചെറിയൊരു ആശ്വാസം കിട്ടി വന്നുകൊണ്ടിരുന്നാണ് വീണ്ടും ഒന്നുകൂടി മൂത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഇതൊക്കെ മാറി മനസ്സും തെളിഞ്ഞ് മാനം തെളിഞ്ഞ് നമ്മുടെ പഴയ ലോകം, പഴയ കേരളം ഒരുമിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഓടിക്കൂടുന്ന ആളുകളും കെട്ടിപ്പിടിക്കുന്നവരും സന്തോഷിക്കുന്നവരും ഷെയ്ക്കാൻഡ് കൊടുക്കുന്നവരും ഒക്കെ ഉണ്ടായ ഒരു നല്ല നമ്മുടെ പഴയ കേരളത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ്. എന്തായാലും ഒരു പണി കൂടെ കൊടുക്കാണ്ട്, ആ പണി കൂടെ കൊടുത്തിട്ട് വിടാം. ടങ് ട്വിസ്റ്റർ. അത് എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ലല്ലോ. അത് എന്നോട് ചോദിക്കാൻ, എന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ നോക്കണം. നീ തന്നെ അതൊരു കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറയണേ. ദൃഷ്ട്യുദ്യുമന ദുഷ്ടദൃഷ്ടി.
ദൃഷ്ടിദ്യുമനി ദുഷ്ടദൃഷ്ടി ദൃഷ്ടിദ്യുമനി അല്ലാതെ ഒരു തുടങ്ങല്ല ആവേശം കാണിക്കല്ലേ. ദൃഷ്ടിദ്യുമനി ദുഷ്ടദൃഷ്ടി അത് സ്പീഡിൽ പറയണം. ദൃഷ്ടിദ്യുമനി ദുഷ്ടദൃഷ്ടി എന്താണ് ദൃഷ്ടദ്യുമന ദുഷ്ടദൃഷ്ടി ദൃഷ്ടിദ്യുമന് ദൃഷ്ടിദ്യുമൻ ദൃഷ്ടദുമന് ദൃഷ്ടദുമന് ദുഷ്ടദൃഷ്ടി ദുഷ്ടദൃഷ്ടി ദൃഷ്ടിദുമന് ദുഷ്ടദൃഷ്ടി ദൃഷ്ടിദുമനി ദുഷ്ടദൃഷ്ടി ദൃഷ്ടിദുമനി ദുഷ്ടദൃഷ്ടി ദൃഷ്ടിദുമനി ദുഷ്ടദൃഷ്ടി. എന്താ അതന്നെ ഞാൻ പറഞ്ഞല്ലോ. എന്താ ഇതൊക്കെ പറയും. അല്ല ഞാൻ പറഞ്ഞു ദൃഷ്ടിദുമന് ദുഷ്ടദൃഷ്ടിയായിട്ട് ദുഷ്ടപരിപാടിയായിട്ട് ഇറങ്ങിയാണ്. ദൃഷ്ടിദുമന് ദുഷ്ടദൃഷ്ടി എന്നോട് തെറ്റിക്കല്ലേ. ദൃഷ്ടിദ്രുമന് ദൃഷ്ടദ്യുമന് ദുഷ്ടദൃഷ്ടി ഇപ്പൊ ദൃഷ്ടിദ്രുമന് ഇൻഡോ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞാലും മതി. ദൃഷ്ടിദ്യുമന് ദുഷ്ടദൃഷ്ടി അതാണ് അതിൻ്റെ ദൃഷ്ടിദ്രുമന് ദുഷ്ടദൃഷ്ടി സംഭവം. ഓക്കെ. നല്ല സാഞ്ചേട്ടൻ ഇവിടെ വന്നു ഇത്രയും നേരം നമ്മൾ കുറേ നേരം കുറേ വിശേഷങ്ങൾ പറഞ്ഞു. സാഞ്ചേട്ടൻ്റെ കുറേ എന്താ പറയുക നമ്മുടെ തലമുറയ്ക്കുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കൊറോണയെക്കുറിച്ച് കുറേ പറഞ്ഞു, കൊറോണയെക്കുറിച്ച് എഴുതി. പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് സാഞ്ചേട്ടൻ? 1-2 പടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ചെയ്തിങ്ങനെ വരികയായിരുന്നു. നൗഫലിൻ്റെ ഒരു പടമുണ്ട്, വിനോദ് കാക്കര നായകനാകുന്ന ഒരു കഥാപാത്രം. പിന്നെ 1-2 പടങ്ങളും വേറെ ചെയ്തു. എൻ്റെ ഒരു പടം എൻ്റെ ഒരു നാട്ടുകാരനും കൂടിയായ സുഹൃത്തിൻ്റെ ജോജോൻ്റെ ഒരു പടം രാക്ഷസരാവണൻ അത് നേരത്തെ ചെയ്തതാണ്, അതിറങ്ങാൻ കാത്തിരിക്കുന്നു. പിന്നെ 2-3 പടങ്ങൾ വേറൊരു പടവും കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 3-4 പ്രൊജക്റ്റായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് വീണ്ടും ഈ പ്രശ്നം ഒന്നും കൂടി വന്നപ്പോൾ വിള്ളി പതുക്കെ ഒന്നും ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് സാഞ്ചേട്ടൻ ഒരു സ്വന്തമായിട്ടൊരു ചാനലൊക്കെ തുടങ്ങി. ചെണ്ട എല്ലാ എപ്പിസോഡും ഞങ്ങൾക്ക് അയച്ചു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കാണുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ നീ വൈകിയാണ് കാണുന്നത്. ഞാൻ കണ്ട അപ്പം തന്നെ വിളിക്കലുണ്ട്. അത് നെറ്റൊക്കെ വർക്ക് ചെയ്യേണ്ട സാഞ്ചേട്ടാ. കാണുമ്പോൾ ഓർക്കുന്നതിലല്ല, കാണാതിരിക്കുമ്പോൾ ഓർക്കുന്നതിലാണ് സ്നേഹം. ഞാൻ അങ്ങോട്ട് തന്നുവിട്ടേക്കണ സാധനം ഇങ്ങോട്ട് കൊള്ളാം അല്ലെങ്കിൽ കണ്ടു അതിനകത്ത് കുറേ മെസ്സേജ് ഉണ്ട് എന്ന് പറയണത്. അതാണ് നമ്മൾ നാടൻ കഥാപാത്രങ്ങളും നാട്ടു വർത്തമാനങ്ങളുമായിട്ട് നമ്മൾ ഏതാണ്ട് ഒരു വർഷം അടുക്കായി നമ്മളിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ചെണ്ടകൊട്ട് കണ്ടവരും കേട്ടവരും കാത്തിരിക്കുക പുതിയ കൊട്ടുകളുമായി. ചെറിയ കൊട്ടുകളാണത്. അസുരവാദ്യത്തിൽ നമ്മൾ കൊട്ടണം. കാര്യം ചെണ്ടയെന്ന് പേരിടാൻ കാര്യം തന്നെ ചെണ്ട കൊട്ടുകയിലാണ് ആൾ കൂടുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ചെണ്ട കൊട്ടുമ്പോഴാണ് ആൾ കൂടുന്നത്. അത് അസുരവാദ്യമാണ്, അതൊക്കെ എനിക്കറിയാം. ചെണ്ട കൊട്ടുമ്പോഴാണ് ആട് കൂടുന്നത്. വിളംബരത്തിനായിരുന്നു ചെണ്ട ഉപയോഗിച്ചിരുന്നത്. ചെണ്ട താളത്തിന് ഇങ്ങനെ ആളുകൾ ഇമ്പം കൊള്ളും, താളം വെക്കും. അപ്പോൾ അതിൻ്റെ ഒരു സുഖമുള്ളത് കൊണ്ടാണ് ചെണ്ടയെന്നിട്ടത്. ആ യൂട്യൂബ് ചാനൽ ജനഹൃദയങ്ങളിലേക്ക് നമ്മൾ പതുക്കെ എല്ലാ സാറ്റർഡേയും കൊടുത്തു വിടുന്നുണ്ട്. പല പല പേരുകളിലായി, കൊച്ചു തമാശകളായി. വേക്കൻസി ഉണ്ടോ? കറൻസി ഇല്ലാത്തൊരു വേക്കൻസി അവിടെ കിടപ്പുണ്ട്. വരുമ്പോഴേ കറൻസി എന്നും പറഞ്ഞാണ് വന്നത്. പിന്നെ എങ്ങനെ വേക്കൻസിയുടെ കാര്യം പറയും? ഞാനതെന്താണെന്നറിയാമോ? എന്തായാലും കോവിഡ് കാലമാണ്, കൊറോണ കാലമാണ്. എല്ലാവരും ഇങ്ങനെ ആശ്വസിക്കാനും സന്തോഷിക്കാനും ഒക്കെ അവരവരുടെ ലോകത്തേക്ക് ഇങ്ങനെ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ കയ്യിലിരിക്കുന്ന യന്ത്രത്തിലേക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ തമാശകളൊക്കെ കൊടുത്തു വിടും. ഞാനും സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ പല കലാകാരന്മാരെ കുറിച്ചും ഇല്ലാത്തൊരു അതാണ് എൻ്റെ പ്രശ്നം. കുറച്ച് നേരം നമ്മുടെ മിന്നും താരം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിലൂടെ സാഞ്ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്? മിന്നും താരത്തിലൂടെ ഇനിയും മിന്നിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് താരങ്ങൾ വരും. നിങ്ങൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള നിങ്ങൾക്ക് സുപരിചിതരായ അപരിചിതരായവരും വരും. അവരും പൊതുവേദികളിലൊക്കെ മിന്നിത്തിളങ്ങുന്നവരാണ്. അവരെയും സപ്പോർട്ട് ചെയ്യുക. അവരുടെ കലാപ്രകടനങ്ങൾ നിങ്ങൾ കാണുക. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും അവരൊരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് വരുന്നത്. ഇന്നൊക്കെ രക്ഷപ്പെടാൻ അധികം സമയം ഒരു ദിവസം വൈറലായാൽ മതി. വൈറലൊക്കെ വരാതിരുന്നാൽ മതി. വൈറലായാൽ കുഴപ്പമില്ല. വൈറലാകുമ്പോഴാണ് ആ താരം എന്താ പറയണത് സ്റ്റാറായിട്ട് മാറുന്നത്. അപ്പോൾ താരമാകാനും ചാരമാകാനും ഒക്കെ നമുക്ക് കഴിയും. അത് താരമായിട്ട് മാറേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ ഒരവസ്ഥ. അതിനൊരു ചെറിയ തട്ടകം കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ആ തട്ടകത്തിലൂടെ വലിയ ലോകത്തേക്ക് ഇപ്പോഴും നമ്മൾ ആ തട്ടകത്തിലൂടെ യാത്രയാണ്. എവിടെ നിന്നാണ് രക്ഷ വന്നവരാണ് എല്ലാവരും. അതെ. എന്തായാലും സാഞ്ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. മൂവി വേൾഡ് വിഷ്വൽ മീഡിയ ഒരുക്കുന്ന കോമഡി സ്റ്റാർസ് കോമഡി ഷോ എന്ന ചാനലിൽ മിന്നും താരത്തിൻ്റെ ഇന്നത്തെ മിന്നും താരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. സാഞ്ചേട്ടാ, വളരെയധികം സന്തോഷം കുറച്ച് സമയം ചെലവഴിച്ചതിൽ. മൂവി വേൾഡ് വിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ഉണർവും ഉന്മേഷവും ഉണ്ടാവട്ടെ, അതിലൂടെ പല കലാകാരന്മാർക്കും വളർച്ച ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നെ വിളിച്ച ഈ സന്തോഷത്തിന്, ഈ നിമിഷത്തിന് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനും പലരെയും ഓർക്കാനും കിട്ടിയ അവസരത്തിന് വേദിയൊരുക്കിയ ചാനലിനും അതുപോലെ തന്നെ ജിൻഡോനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പുതിയൊരു മിന്നും താരമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.